നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പോൾ ഒരു വാലന്റൈൻസ് ഡേ കാർഡ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു റെഡ് കളർ പേപ്പറാണ്. ഞാനൊരു A4 സൈസ് പേപ്പർ ഇതുപോലെ നടുക്കൂന്ന് മടക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ നടുക്ക് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കണം. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊരു ഷേപ്പ് കിട്ടാനായിട്ട്. എന്നിട്ടും പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇനി ഈ പേപ്പർ കട്ടർ ഉപയോഗിച്ച് നമുക്ക് ഈ ഹാർട്ട് ഒന്ന് വെട്ടിയെടുക്കാം. അങ്ങനെ ഹാർട്ട് വെട്ടിയെടുത്തു. ഇതുകൊണ്ട് നമുക്ക് വേറെ ഉപയോഗമൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് സൂക്ഷിച്ച് വെച്ചേക്കാം. ഇനി വേണ്ടത് റെക്റ്റാങ്കുലർ ഷേപ്പിലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അത് ഞാൻ ഈ പേജിൻ്റെ അകത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ എൻ്റെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ കുറച്ച് കളർ ടേപ്പ് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഗ്ലിറ്ററോ ചെറിയ സ്റ്റാർസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്താൽ ബെറ്റർ ആവും. നേരത്തെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്ത സമയത്ത് മുകളിൽ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് നമ്മൾ ഈ പേപ്പറൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് തെർമോക്കോൾ ബോൾസ് കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ ടേപ്പ് എടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ വലിയ ലുക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ടേപ്പ് ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ കിടുവായില്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയൊരു വാലന്റൈൻസ് കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ നാളെ നിങ്ങൾ ഈ കാർഡ് നിങ്ങളുടെ വാലന്റൈന് കൊടുക്കുമ്പോൾ അകത്തെന്തെങ്കിലും മെസ്സേജസ് എഴുതാൻ മറക്കല്ലേ.